ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ പറയേണ്ടത് അസ്സ വജല്ല എന്നോ സുബ്ഹാനഹു വ തആല എന്നോ അല്ലെങ്കിൽ തആല എന്നോ അങ്ങനെയുള്ള വാചകങ്ങളാണ്. ഓരോന്നിനും കാറ്റഗറിയുണ്ട്. അതൊക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഇങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, എല്ലാവരും ഒരുപോലെയല്ല, ബഹുമാനത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. ഖബറിൽ കിടക്കുന്ന ആളുകൾ വലിയ മഹാന്മാരാകുമ്പോ ആ മഹാന്മാരെ സാധാരണക്കാരെ ആദരിക്കുന്നത് പോലെ ആദരിച്ചാൽ പോരാ, അവർക്കുള്ള പ്രത്യേകമായ ആദരവ് അവർക്ക് ലഭിക്കണം. ഇതുകൊണ്ടാണ് ഇമാമിങ്ങൾ വസിയ്യത്തിന്റെ ബാബിൽ പറയാണ്, അതാ മഹാന്മാരായ ആലിമീങ്ങള്, മഹാന്മാരായ ഔലിയാക്കൾ, സാലിഹീങ്ങള്, അവരെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയുന്നത് പുണ്യമാണ്. കാരണം അവരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയുമ്പോൾ ആളുകൾക്ക് ആ ഖബറിന്റെ അടുക്കലേക്ക് പോകാൻ പ്രചോദനമാവുകയും അവർ മഹാന്മാരാണെന്നതിന് ഒരു തെളിവുണ്ടാവുകയും ജനങ്ങൾ കൂടുതൽ സിയാറത്ത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയുന്നത് പുണ്യമാണെന്ന് റൗളയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. വിശദീകരിച്ചുകൊണ്ട് ഇമാം റംലി നിഹായയിൽ പറഞ്ഞത് കാണാം. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞത് കാണാം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിച്ചത് കാണാം. അങ്ങനെ മഹാന്മാരെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയൽ പുണ്യമുണ്ട്. എന്നാൽ എന്നെ പോലത്തെ ഒരാള് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ മരിച്ചാൽ അവരെ ഖബറിന്റെ മേലെ ഖുബ്ബ ആരും പണിയാറില്ല. കാരണം അപ്പോൾ ജനങ്ങൾക്ക് കൺഫ്യൂഷനാകും. അതുകൊണ്ട് അത് അവർക്ക് പാടില്ല. ഇതുപോലെ പറയട്ടെ, ഒരു സാധാരണക്കാരൻ മരിച്ചാൽ അദ്ദേഹത്തിന് ഒരു ഉറൂസ് നടപ്പാക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ സാധാരണക്കാരും അസാധാരണക്കാരും തമ്മിൽ കൺഫ്യൂഷനാകും. അതിനാൽ മഹാന്മാരായ ആളുകൾ അവര് ഖബറിൽ കിടക്കുമ്പോൾ അവരെ അനുസ്മരിക്കുന്ന പരിപാടികൾ നടത്തി അവരുടെ മഹത്വം പിൻതലമുറക്ക് കൈമാറുകയും അവരെ ഖബർ സിയാറത്ത് ചെയ്യപ്പെടേണ്ടതാണെന്നും അവിടെ പോയി ഖുർആൻ ഓതേണ്ടതാണെന്നും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കേണ്ടതാണെന്നും അതെല്ലാം പുണ്യമാണെന്നും അത് അവരോടുള്ള സ്നേഹപ്രകടനമാണെന്നും വരും തലമുറക്ക് മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ വേണം. അതിനാൽ അത് പുണ്യകർമ്മമാണ്, അതൊരിക്കലും ബിദ്അത്തല്ല. അത് പുണ്യകർമ്മമാണ്. കാരണം നടക്കുന്നത് ഒന്ന് ഖുർആനോത്താണ്, ഒന്ന് ഖബറിന്റെ അടുക്കൽ വെച്ചുള്ള ദുആയാണ്, മറ്റൊന്ന് അവരെ പേരുള്ള ഭക്ഷണം കൊടുക്കലാണ്, അതുപോലെ അവരെ ആദരിക്കലാണ്.